ജീവിക്കാനുള്ളത് മനുഷ്യർക്ക് വേണ്ടിയും മറ്റു സൃഷ്ടികൾക്ക് വേണ്ടിയും അള്ളാഹു ഒരുക്കി വെച്ച വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ജലം എന്നുള്ളത്. ഈ ജലം അള്ളാഹു നമുക്ക് സമ്മാനിക്കുന്നത് ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയിലൂടെയാണെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ആകാശത്ത് നിന്നാണ് ഞാൻ നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കിയത്. ആ വെള്ളം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്തുകൊണ്ട് മനുഷ്യ ശരീരത്തിന് വേണ്ട വെള്ളവും ഭൂമിക്ക് വേണ്ട വെള്ളവും മറ്റു ജീവജലങ്ങൾക്ക് വേണ്ട വെള്ളവും അള്ളാഹു സമ്മാനിക്കുന്നുവെങ്കിൽ നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു മനുഷ്യ ശരീരം 2 ഭാഗവും അവര് വെള്ളമാണ്. അതുപോലെ ഭൂമിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ 97% വെള്ളമാണ്. ബാക്കി 3%, 2% ഭൂമിയിൽ 97% വെള്ളമാണെങ്കിലും ബാക്കി 3%-ൽ 2% മഞ്ഞ് ഹിമ നിറഞ്ഞ പ്രദേശങ്ങൾ. ബാക്കി 1% ശുദ്ധജലം മാത്രമാണ് നാം ഓരോ ആളുകളും ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇത് ശുദ്ധജലം കുറയുകയോ കൂടുകയോ ഇല്ലാത്ത അവസ്ഥയിൽ അള്ളാഹു നമുക്ക് നൽകുന്നു. അത് കുറഞ്ഞാലും നഷ്ടമാണ്, കൂടിയാലും നഷ്ടമാണ്. ഈ ഒരു രീതിയിൽ കൂടുമോ, അപകടത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് സമ്മാനിച്ച ജലത്തെ സംബന്ധിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോ ആ മഴയെ നമ്മൾ പഴി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, നാശം എന്ന് പറയുമ്പോൾ, പ്രശ്നമെന്ന് പറയുമ്പോൾ, പ്രശ്നക്കാരൻ എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നൽകപ്പെട്ട മഴയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വെള്ളങ്ങളെ മേഘത്തിൽ നിന്ന് ഇറക്കിയത് നിങ്ങളോ അതോ ഞാനോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഞാനല്ലാതെ ഒരാൾ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, ഞാനല്ലാത്ത ഒരാൾ നിങ്ങൾക്കത് നൽകുന്നില്ല. ഞാൻ വിചാരിക്കുകയായിരുന്നെങ്കിൽ ആ വെള്ളത്തെ രസമുള്ളതാക്കി ഞാൻ മാറ്റുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ ആ തന്നിരിക്കുന്ന അനുഗ്രഹം നമ്മളിലേക്ക് അല്ലാഹു വർഷിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മഴയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഭൂമിയിൽ ഒരുപാട് ഗോളങ്ങളുണ്ട്. ചന്ദ്രൻ, സൂര്യൻ, ആകാശത്തിലുള്ള ഒരുപാട് ബുധൻ, ശുക്രൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗോളങ്ങൾ ആകാശങ്ങളിലുണ്ട്. ആ ആകാശത്തുള്ള ഗോളങ്ങളുടെ ഗ്രഹണവും അതിന്റെ സഞ്ചാരപഥവും ഒരേ റൂട്ടിൽ ഒരേ നിലയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ മനുഷ്യന്മാർക്ക് പ്രവചിക്കാൻ സാധിക്കും. പക്ഷേ മഴയെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവിൽ നിന്ന് നേരിട്ടുള്ളതാണെങ്കിൽ ആ മഴയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പോലും അതെന്താ, മഴയെ അല്ലാഹു നൽകുന്നത് കാറ്റിന്റെ ഗതി അനുസരിച്ചാണ്. മഴ വർഷിക്കുന്ന പ്രദേശങ്ങളിൽ ആ താഴഭാഗങ്ങളിൽ നിന്ന് കടലിൽ നിന്നും ഒഴുകി വരുന്ന നീരാവികൾ, ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന പൊയ്യിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന നീരാവികൾ, അത് മുകളിലെ മേഘങ്ങളിൽ ജലപാതങ്ങളായി മാറിക്കൊണ്ടത് പെയ്തിറങ്ങുമ്പോ ആ മേഘങ്ങൾ അല്ലാഹു എവിടേക്കാണോ പെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കാറ്റിന്റെ ഗതി അനുസരിച്ചു കൊണ്ടാണ് നമ്മളിലേക്ക് അല്ലാഹു നൽകുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കാം. കാറ്റിന്റെ ദൃഷ്ടാന്തം അല്ലാഹു പറയുന്നു. കാറ്റിനെ അല്ലാഹു അയക്കുന്നു. എന്നിട്ട് ആ കാറ്റ് കാരണം മേഘങ്ങൾ അല്ലാഹു സഞ്ചരിപ്പിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ മേഘങ്ങളെ ഈ മേഘങ്ങൾ ചുരുത്തുകയാണ്. മേഘങ്ങൾ അല്ലാഹു കഷ്ണങ്ങളായി മാറ്റുന്നുണ്ട്. വലിയ മേഘങ്ങളൊക്കെ ഉള്ളുകളിലൂടെ ആ ജലകണികകൾ അല്ലാഹു ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്നത് അല്ലാഹുവാണ് എന്നുള്ള ഒരു ചിന്ത ആദ്യം നമ്മുടെ മനസ്സിൽ വരണം. അത് എത്ര വലിയ ആശങ്കയാണെങ്കിലും, എത്ര വലിയ കാറ്റ് വന്നാലും, എത്ര വലിയ
കോള് വന്നാലും അതെത്ര വലിയ മഴ വന്നാലും കേൾക്കുമ്പോൾ പേടിയാകുന്ന എത്രത്തോളം അനുഭവങ്ങൾ നമ്മളിലേക്ക് ഉണ്ടെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിനെ സംബന്ധിച്ചൊരു ചിന്ത, ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ഇത് കുറഞ്ഞു പോയാൽ വലിയ പ്രശ്നമാണ്. നമുക്കറിയാലോ, ഹിജ്റ 593 ഈജിപ്തിൽ വലിയ ഒരു വരൾച്ചയുണ്ടായി. കിതാബ് ദൈൻ എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയുന്നു 593 ഈജിപ്തിലുണ്ടായ വലിയ വരൾച്ച. ആ വരൾച്ച മൂലം വെള്ളമില്ലാതെ സർവ്വതും വറ്റി വരണ്ടപ്പോ വിശപ്പും ദാഹവും കഠിനമായ അവസ്ഥയിൽ അവസാനം അവിടെയുള്ള ജനങ്ങൾ പട്ടികളെ തിന്നാൻ തുടങ്ങി, നായകളെ ഭക്ഷിക്കാൻ തുടങ്ങിയ ഒരു അവസ്ഥയുണ്ടായി. ഈ നായകളൊക്കെ തിന്ന് മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിയപ്പോൾ, തിന്നു കഴിഞ്ഞപ്പോൾ അവിടെ മരിച്ചുപോയ മനുഷ്യരെ തിന്നാൻ തുടങ്ങി. ഈ മരിച്ചുപോയ മനുഷ്യരെയും തിന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മനുഷ്യർ ദുർബലന്മാരായ ബലഹീനരായ മനുഷ്യന്മാരെ തിന്നാൻ തുടങ്ങി. ഇത് വെള്ളം ഇല്ലാതിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. അതും കഴിഞ്ഞ ഒരു സന്ദർഭം വന്നപ്പോൾ പാവപ്പെട്ട ബലമുള്ള ആളുകൾ തന്നെ ഉണ്ടാകുമ്പോ ആ ബലമുള്ള ആളുകളിൽ മറ്റൊരു ബലമുള്ള ആള് ചെന്ന് പറയും, എന്റെ വീട്ടിലെ ഭക്ഷണമുണ്ട്, ഞാൻ നിനക്ക് നൽകാം. എന്നിട്ട് അവനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് കശാപ്പ് ചെയ്ത് തിന്നുന്ന ഒരവസ്ഥയിൽ വരൾച്ച മൂലം ലോകത്ത് വലിയ ഒരു അദാബ് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു നൽകുന്ന വെള്ളം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിൽ വന്നുപോയാൽ ഈ ലോകം മുഴുവനും പട്ടിണിയാകുമെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് 593 ഈജിപ്തിൽ നടന്നെങ്കിൽ വിശുദ്ധമായ ആ പരിശുദ്ധമായ മഴ അള്ളാഹു നൽകി കഴിഞ്ഞാൽ ആ നൽകുന്ന മഴ അള്ളാഹു നൽകേണ്ടതിലും കൂടുതലാക്കി നമുക്കൊരു പരീക്ഷണമായി നൽകിയാൽ ലോകം മുഴുവനും ഒരിക്കലും ഒരു ലോകത്തിനും താങ്ങാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു ആ ഒരു പരീക്ഷണമായി നമ്മളിലേക്ക് നൽകുമെന്നതിനും വിശുദ്ധമായ ഇസ്ലാം തെളിവുകൾ പറയുന്നുണ്ട്. സയ്യിദുനാ നൂഹ് നബി അലൈഹി വസല്ലത്തു വസ്സലാമിന്റെ കാലത്ത് അതിരൂക്ഷമായ മഴയുണ്ടായി. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു. നാശനഷ്ടങ്ങൾ ഉണ്ടായി. തുഫാൻ, വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ഭീകരമായ ഒരു പരീക്ഷണം അള്ളാഹു ലോകത്തിന് സമ്മാനിച്ചു. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, വഖീല യാ അർളു അബ്ലഗി മാലകി വയാ സമാഉ അബ്ലഇ وقيل الماء وقيل أمر واستفد على الجودية وقيل بعدا للقوم الظالمين. അള്ളാഹുയോട് പറഞ്ഞു, നൂഹ് നബി അലൈഹി വസല്ലത്തു വസ്സലാം 950 വർഷക്കാലം ദീനിലേക്ക് വിശ്വാസ സമ്പ്രദായത്തെ ക്ഷണിച്ചിട്ട് നൂഹ് നബിയുടെ വാക്കുകളിൽ പുല്ലുവില കൊടുക്കാത്ത സമൂഹം ഉണ്ടായിരുന്നല്ലോ. ആ സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു പരീക്ഷണം നിർത്തോളം മഴയെ എങ്ങനെ ആവർഷിപ്പിച്ചതെന്നറിയോ? അള്ളാഹു ഭൂമിയോട് പറയപ്പെടുകയാണ്, ഭൂമിയിലുള്ള ഭൂമിയിലുള്ള വെള്ളത്തിനോട് അള്ളാഹു ഭൂമിയിലേക്ക് വെള്ളത്തെ കൊണ്ടുവരാൻ അള്ളാഹു പറയപ്പെടുകയാണ്. ആകാശത്തുള്ള വെള്ളത്തോട് അള്ളാഹു പറയുന്നു, ഭൂമിയിലേക്ക് നീ കൊണ്ടുവരണേ. വെള്ളമല ചരിച്ചിറക്കുകയാണ്, ഒലിച്ചിറക്കുകയാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യം നടപ്പിലാക്കുകയാണ്. അവസാനം വിശ്വാസിയായ ആളുകൾക്ക് നൂഹ് നബിയുടെ കപ്പലിൽ കയറിയിട്ട് ജൂദിയ പർവ്വതത്തിന്റെ മുകളിൽ രക്ഷാ കവചം ഒരുക്കിയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ. അള്ളാഹു ഒരുപക്ഷേ നൽകാം. ഈ ഒരു അദാബ് നൽകിയപ്പോൾ നൂഹ് നബി രക്ഷപ്പെട്ടിരുന്നു. ആ ജൂദിയ പർവ്വതത്തിന്റെ മുകളിൽ നമ്പൂരമിട്ട കപ്പലിൽ നിന്ന് ഇറങ്ങിയ നൂഹ് നബി നോമ്പ് പിടിച്ചു. നോമ്പിന് ആചരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ. ആ നൂഹ് നബി അലൈഹി വസല്ലം എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ചതെന്നറിയോ? ഖാലമിനൽ മുഫസ്സിരീന ഇർതഫിഉൽ മാഅ അലാ ജബലി ബിൽ അർദി. ഈ ഭൂമിയുടെ മുകളിലേക്ക്, പർവ്വതത്തിന്റെ മുകളിലേക്ക് നൂഹ് നബി അലൈഹി വസല്ലം ഇറങ്ങിയപ്പോൾ സഹോദരങ്ങളെ അത്രത്തോളം പർവ്വതത്തിന്റെ മുകളിൽ പോലും വെള്ളം ഉയർന്നുവെന്ന് പറയുമ്പോൾ എത്രത്തോളം കാലമാണ്? 15 ദിറാഅ്, 15 ദിറാഅ് എന്ന് പറയപ്പെടുന്നു. വഹുവല്ലദീ അഹ്ലൽ കിതാബ് വഖീല 80 ദിറാഅ. അഹ്ലൽ കിതാബിലുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു 80 ദിറാഅ് ഉയർന്നിട്ടുണ്ടെന്ന്. ഭൂമിയുടെ നീളത്തിനനുസരിച്ച്, അതിന്റെ താഴ്ചക്കനുസരിച്ച്, അതിന്റെ
അതിന്റെ കടുപ്പത്തിനനുസരിച്ച് അതിലുള്ള മലകൾക്കനുസരിച്ച് മരുഭൂമിയിലും മണൽത്തരികളിലും പോലും അള്ളാഹു വെള്ളത്തെ ഇറക്കി വല്ലാതെ പൊങ്ങിയിട്ട് അങ്ങനെ പരീക്ഷിച്ചൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഉറവ് കൊണ്ടിയ ഒരു സംഭവം നബിയുടെ കാലത്ത് അള്ളാഹു ദുനിയാവിൽ പരീക്ഷിച്ചെങ്കിൽ കുട്ടിയാവട്ടെ വലിയവനാകട്ടെ കണ്ണ് ചിമ്മി തുറക്കുന്ന ഒന്നിനെ പോലും അള്ളാഹു ബാക്കി വെച്ചില്ല എന്ന് പറയുകയാ. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്ക് ആശങ്കയാ. മൂന്നോളം ജില്ലകൾ തകർന്നു പോകുമെന്ന് നമുക്ക് ആശങ്കയാ. ലോകം മുഴുവനും തകർന്നു പോയി കണ്ണ് ചിമ്മി തുറക്കുന്ന ഒന്നുപോലും ബാക്കിയില്ലാതെ അള്ളാഹു ലോകത്തെ തുടച്ചിരിക്കുന്ന വെള്ളപ്പൊക്കം ഇതിനു മുമ്പ് ദുനിയാവിനെ സമ്മാനിച്ചിരുന്നു. അപ്പൊ എന്താ നബി ദുആ നടന്നറിയോ? അപ്പൊ എന്താ നബി പ്രാർത്ഥിച്ചതെന്നറിയോ? നബി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു നബിയോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹു പറയുന്നു, ഭൂമിക്ക് ഇങ്ങനൊരു പരീക്ഷണം ഞാൻ തരൂല. ആദ്യം ഉണ്ടായതുപോലെയുള്ള ഒന്ന് ഭൂമിയിലേക്ക് ഞാൻ വർഷിപ്പിക്കൂല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നബിയെ അതുപോലത്തെ ഒന്ന് എന്താ നമ്മുടെ ജീവിതത്തിൽ മഴ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയും, പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയും. ഈ പ്രശ്നം പ്രയാസം ആ പ്രയാസത്തെ അതിജീവിക്കാൻ വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യോ? നമ്മളൊക്കെ ഇപ്പോ കഴിഞ്ഞ 11 ദിവസമായി ഇന്നേക്ക് 11 ദിവസമായി പാവപ്പെട്ട ഒരു സഹോദരൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം കർണാടക സ്റ്റേറ്റിൽ മര കൊണ്ടുവരാൻ സിലോറിയുമായി ചെന്നിട്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ അല്പനേരം കിടന്നപ്പോൾ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായി. നദീതീരത്തേക്ക് ഒഴിക്കപ്പെട്ടു പോയി. ഒരുപാട് തിരച്ചിലുകൾ ദിനങ്ങളായി 2 ആഴ്ചയോളമായി നടത്തി. ഇന്ന് ഈ നേരം വരെ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ പേടിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് വരാനിരിക്കുകയാണോ? പേടിയാണ്, ആശങ്കയാണ്, അങ്കലാപ്പാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രാർത്ഥന ദുആ നമ്മൾ ദുആ മഴയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയും, അപകടമില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയും. പക്ഷേ അപകടം ഇല്ലാതാകാൻ എന്ത് പ്രാർത്ഥിക്കണം? അല്ലാഹു നബിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, വഹദിയ അല്ലാഹു അല്ലാ യുഈദു തൂഫാന അലാ അഹ്ലിൽ അർദ്. ഭൂമിക്ക് തൂഫാൻ അല്ലാഹു മടക്കൂല, ഭൂമിക്ക് തൂഫാൻ അല്ലാഹു മടക്കൂല എന്ന് അല്ലാഹു നബി അലൈഹി വസല്ലത്തു വസ്സലാമിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര വലുതൊന്നുമില്ലെങ്കിലും അത്ര ഭീകരമായതൊന്നുമില്ലെങ്കിലും അത്ര ഭീമത്സമായതൊന്നുമില്ലെങ്കിലും ചെറുതൊക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 1556 ചൈനയിൽ ഷെൻസിയ എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു വലിയ പ്രളയം ഉണ്ടായി. എന്താ ഉണ്ടായത്? മണനദി എന്ന് പറയുന്ന യെല്ലോ റിവർ ആ നാട്ടിലേക്ക് ഇരച്ചു കയറി. നാട് മുഴുവനും തുടച്ചു നീക്കപ്പെട്ടു. 8,30,000 പേര് 1556 ഒരു വലിയ മഹാപ്രളയത്തിൽ ജീവൻ പോയി. 8,30,000 പേര് മരണമടഞ്ഞ ഒരു വലിയത് തൂഫാൻ ഭൂകമ്പം കഴിഞ്ഞ് ഭൂമിക്ക് അല്ലാഹു നൽകിയ രണ്ടാമത് വലിയ ഒരു പരീക്ഷണം അതാണ്. നമ്മളൊക്കെ വായിച്ചവരാണ്, കേട്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയട്ടെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ കുറിച്ച് ആശങ്കയുണ്ടോ? പേടിയുണ്ടോ? നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. അല്ലാഹുവേ, ഈ മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ. വലിയ മഴ വർഷിക്കുന്നു, വലിയ കാറ്റ് വരുന്നു, വലിയ പ്രതിസന്ധി ഘട്ടം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. അല്ലാഹുവേ, ഈ മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി നീ മാറ്റണേ. മറ്റൊരു റിവായത്തിൽ കാണാം അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനീഅ. മറ്റൊരു റിവായത്തിൽ അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനീഅ എന്നാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാതെ ശാപവും പഴിയും കുറ്റവും പറഞ്ഞ് നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹമായ ആ മഴയെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ മഴ നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ പരീക്ഷണം തന്നെ നമുക്ക് വരും. നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള നാടുകളെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ, ചുറ്റുഭാഗങ്ങളിലുള്ള പുഴകളെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ, വെള്ളക്കയറ്റത്തിനെ കുറിച്ച് താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ആശങ്കയുണ്ടെങ്കിൽ, മഴ പെയ്യുമ്പോൾ പേടിയാകുന്നുണ്ടോ? പേടിയൊക്കെ മാറ്റിയൊക്കെ തവക്കുൽ കൊണ്ടുവരിക. എന്നിട്ട് ദുആ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. അല്ലാഹു ഉപകാരമുള്ള
മഴയാക്കി മഴ നീ മാറ്റണേ എന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരുന്നത് അല്ലാഹു ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പടച്ചു വെക്കുകയാണ്. ഭൂമിയെല്ലാം പടച്ചു. ഭൂമിയെ മുഴുവനുമായി പടച്ചപ്പോൾ ഭൂമിക്ക് ഒരു ചെരിവുണ്ടായെന്ന് കിതാബുകളിൽ കാണപ്പെടുന്നു. ഇമാം ബൈഹഖി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയെ മുഴുവനും അല്ലാഹു പടച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് ഒരു ചെരിവുണ്ടായി. ആ ചെരിവ് നികത്താൻ അല്ലാഹു വലിയൊരു പർവ്വതത്തെ അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തു. പർവ്വതത്തെ ഫിറ്റ് ചെയ്തപ്പോൾ മലക്കുകൾ ചോദിക്കുന്നു, അല്ലാഹുവേ, ഈ ഭൂമിയെ നിർത്താൻ വേണ്ടി പർവ്വതത്തെ നിങ്ങൾ പടച്ചല്ലോ. പർവ്വതത്തെക്കാൾ ശക്തിയുള്ള, പർവ്വതത്തെക്കാൾ കഴിവുള്ള മറ്റെന്തെങ്കിലും ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു അവിടെ നിന്ന് പറയുന്നത് എന്തെന്നറിയോ? ഉണ്ട് മലക്കേ, പർവ്വതത്തെക്കാൾ ശക്തിയുള്ള ഒന്ന് ദുനിയാവിലുണ്ട്. അത് ഹദീദ് തീയാണ്. തീ വന്നാൽ പർവ്വതവും നാശനഷ്ടമാകാം. അവിടെ നിന്ന് രണ്ടാമതായി പർവ്വതത്തെക്കാൾ പവറുള്ളതായി, പർവ്വതത്തെക്കാൾ ശക്തമുള്ളതായി തീയെ പറയുമ്പോൾ അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കുന്നു, ആ തീയേക്കാൾ ശക്തിയായ വല്ലതും ദുനിയാവിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നു, തീയേക്കാൾ ശക്തിയായി വെള്ളമുണ്ട് മലക്കേ, തീയേക്കാൾ ശക്തിയായി വെള്ളമുണ്ട് മലക്കേ. അല്ലാഹുവിനോട് വീണ്ടും മലക്ക് ചോദിക്കുന്നു, ആ വെള്ളത്തെക്കാൾ പവറുള്ള വല്ലതും ദുനിയാവിലുണ്ടോ? അല്ലാഹു പറയുന്നു, ഉണ്ട് മലക്കേ, ഒന്നുകൂടിയുണ്ട്. അത് ഈ കർമ്മം ചെയ്യുന്ന സദഖയാണ്. സദഖ കൊടുത്തു കഴിഞ്ഞാൽ, പാപങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ, പട്ടിണി പാപങ്ങൾ അന്നദാതാവായ അല്ലാഹു പറയുന്നു, മലക്കേ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ സദഖ കൊടുത്താൽ ആ വെള്ളത്തെക്കാൾ ശക്തിയാ സദഖക്കുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണേ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാലാവസ്ഥകൾ രൂക്ഷമാകുമ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്കുന്നവരായി ഓരോ വിശ്വാസികൾ അവകാശികൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഭയകാരണമായ പ്രകൃതിദത്തമായ അനുഭവങ്ങൾ, പ്രയാസമുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് പ്രവാചകരെ നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് അല്ലാഹുവിനോട് ദുആ പറഞ്ഞിട്ടുണ്ട്. 4 സ്ഥലങ്ങളിൽ ദുആ ഇജാബത്തുണ്ട്. ഇന്ന് വരെ നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കണേ. റസൂൽ പറയുന്നു, തഫ്തഹു അബ്വാബസ് സമാ വയുസ്തജാബു ദുആ. 4 സമയങ്ങളിൽ അല്ലാഹു ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതാണ്, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കുന്നതാണ്. എന്നിട്ടോ റസൂൽ പറയുന്നു, വയുസ്തജാബു ദുആ, ദുആ ഇജാബത്ത് കൊടുക്കുന്നതാണ്. ഒന്നാമത് പറയുന്നു, ഇദ്തിഖാഉ സുഫൂഫ്, അത് യുദ്ധത്തിന്റെ വേളയിലാണ്. രണ്ടാമത് പറയുന്നത് മഴ പെയ്യുന്ന സമയത്താ. മഴ പെയ്യുമ്പോ ആകാശത്തിന്റെ കവാടം തുറക്കുമെന്ന് നബി പറയാ, ആകാശത്തിന്റെ വാതിൽ തുറക്കുമെന്ന് നബി പറയാ, ഹിജാബത്തിന്റെ കവാടങ്ങൾ പലർക്കേ തുറന്നു വെക്കുമെന്ന് നബി പറയാ. ആ സമയം അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറയാറ്. പിന്നെ പറയുന്നു, നിസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുക്കുമ്പോ ആ സമയം അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്താൽ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പിന്നെ പറയുന്നു, കാണുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചാൽ എന്ത് ദുആയാണോ അല്ലാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് ഇന്ന് വരെ കളവ് പറയാത്ത അസത്യത്തിന്റെ രാജന കൊഞ്ചമ്പുതേനുകൾ അരങ്ങളിൽ നിന്ന് നിർഗണിച്ചിട്ടില്ലാത്ത തമാശക്ക് പോലും കളവ് പറയാത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ. അതുകൊണ്ട് പ്രകൃതി രൂക്ഷമാകുമ്പോ ആശങ്കയെ മറിച്ച്, ആശങ്കയെ മാറ്റിവെച്ച് മഴ പെയ്യുന്ന ഒരു ചിന്ത, അത് പേടിയുണ്ടെങ്കിൽ ഇത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. ഇത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹുവേ, ഇത് കാരണമായിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹു സ്വയ്യിബൻ നാഫിയ ഉപകാരമുള്ളതാക്കണ പഠിച്ചോനെ. എന്നിട്ട് അപ്പൊ മനസ്സിൽ വരണം, ഈ നേരത്തെ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും എന്നുള്ള നിയത്തോടുകൂടെ തവക്കുലാക്കി നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു നോക്കി. എങ്കിൽ ഒരു പ്രകൃതിയുടെ ഒരു പ്രയാസവും നമ്മളിലേക്ക് എത്തൂല, മഴ കാരണമായ ഒരു ബുദ്ധിമുട്ട് നമ്മളിലേക്ക് ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ച നടക്കുന്ന മകളുടെ വിവാഹം,
ആകാൻ വേണ്ടി ഒരു സഹോദരൻ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. റഹീമായ രാജസയ്യിദായ അല്ലാഹുവേ, ആ മകളുടെ വിവാഹം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല ദീനീ ചിട്ടയിലേക്കുള്ള കുടുംബം അവർക്ക് അനുഗ്രഹിച്ചു കൊടുക്കണേ റഹ്മാനെ. ദീനീ ചിട്ടയിലെ പരിപാടികൾ നടന്നു പോകാനുള്ള തൗഫീഖ് ആ സഹോദരന് കൊടുക്കണേ തമ്പുരാനെ. അതിനുള്ള എന്തെങ്കിലും ഷർറുകളുണ്ടെങ്കിൽ ഷർറുകളെയൊക്കെ തട്ടിമാറ്റി അവർക്ക് ഹൈറാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ദിവസത്തിന്റെ അക്കിജാ ബർക്കത്ത് കൊണ്ട് അവരുടെ ആ കാര്യങ്ങളിലൊക്കെ ഹൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിലും പല ആളുകളും പല പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം നീ ദൂരീകരിച്ചു തരണേ തമ്പുരാനെ. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹുവേ, നിന്റെ പരീക്ഷണങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പരീക്ഷണങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. നീ നൽകുന്ന മഴകൾ അല്ലാഹുവേ എല്ലാം നിങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ രാജസയ്യിദായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളൊക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പ് കൊടുക്കണേ അല്ലാഹ്. കാരണവന്മാർ ഒരുപാട് ആളുകൾ ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്നവരുണ്ട്. അല്ലാഹു അവരെ ഞങ്ങളെ നിന്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളിൽ രോഗമുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഹൈർ നൽകണേ തമ്പുരാനെ. അല്ലാഹു എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുന്നത്തിലാക്കല്ല അല്ലാഹ്, ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന നേരം കമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ റസൂലുള്ളാഹിയുടെ മുഖം കണ്ട് പുഞ്ചിരി തൂകി മരണവേദന അറിയാതെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച